നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പോൾ ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അതേമാതിരി സിമ്പിൾ ഗ്രാഫ് ഉണ്ട്, അതുമാതിരി തന്നെ മൾട്ടി ഗ്രാഫ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ സിമ്പിൾ ഗ്രാഫ് വരപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ആ ഗ്രാഫിന് പാരലൽ എഡ്ജസോ അല്ലെങ്കിൽ ലൂപ്പോ ഒന്നും വരാത്ത ഗ്രാഫ്സിനെയാണ് നമ്മൾ സിമ്പിൾ ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ സം സ്പെഷ്യൽ സിമ്പിൾ ഗ്രാഫ്സ് എന്ന് പറഞ്ഞു. അതായത് ആ സിമ്പിൾ ഗ്രാഫ്സ് തന്നെ വീണ്ടും കുറേ തരത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള സിമ്പിൾ ഗ്രാഫ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലത്തെ ഫസ്റ്റ് വണ്ണാണ് ഇവിടെ പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്. ദ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ എൻ വെർട്ടീസസ് ഡിനോട്ടഡ് ബൈ കെ എൻ is the simple graph that contains exactly one edge between each pair of distinct vertices എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പറയുന്നത് ഇവിടെ നോക്കിക്കേ. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഡെഫിനേഷനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്, ഒരു കംപ്ലീറ്റ് ഗ്രാഫിന് എൻ വെർട്ടീസസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താ എൻ വെർട്ടീസസ് ഉണ്ടായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ വെർട്ടീസസ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എൻ വെർട്ടീസസ് ഉണ്ടായിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പം എൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 1 ആവാം, അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് എന്താവാം, ഈസ് ഈക്വൽ ടു 2 ആവാം, അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു 5 ആവാം, അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് 10 ആവാം. അങ്ങനെ എന്നിൻ്റെ വാല്യൂ എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, ഇപ്പം എൻ ഇസ് ഈക്വൽ ടു 2 ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ അവിടെ എത്ര വെർട്ടീസസ് ഉണ്ടായിരിക്കും, 2 വെർട്ടീസസ് മാത്രം അല്ലേ. എൻ ഇസ് ഈക്വൽ ടു 4 ആണെങ്കിൽ എത്ര വെർട്ടീസസ് ഉണ്ടായിരിക്കും, 1 2 3 4 വെർട്ടീസസ് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ദ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ എൻ വെർട്ടീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിനെ ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. നമ്മളിതുവരെ ഗ്രാഫിനെ വരയ്ക്കുമ്പോൾ പേരൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ. പക്ഷേ ഇനി മുതൽ നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മൾ സിംപ്ലി ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതൊരു ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ, ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ എനിക്ക് ഇതിനൊരു പേര് കൊടുക്കണം അല്ലേ. ഇപ്പം ഇങ്ങനെയുള്ള ഒരു ഗ്രാഫിന് ഞാൻ പേര് കൊടുക്കുകയാണ്. അങ്ങനെ KN എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ ഈ ഒരു ഗ്രാഫിന് നമ്മൾ പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, കംപ്ലീറ്റ് ഗ്രാഫിനെ എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം, ഡിനോട്ടഡ് ബൈ KN എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി എന്താ പറയണത്, ഇപ്പോൾ എത്രയാണ് പറഞ്ഞത്, ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ എൻ വെർട്ടീസസ് ഉണ്ടായിരിക്കും. അതിനെ KN വെർട്ടീസസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫിനെ നമ്മൾ KN എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ 3 വെർട്ടീസസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക, K3 എന്ന് ഡിനോട്ട് ചെയ്യും അല്ലേ. അങ്ങനെയാണെങ്കിൽ 5 വെർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, K4 എന്ന് K5 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. അതേമാതിരി തന്നെ ഇപ്പോൾ 10 വെർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് ആയിരുന്നെങ്കിൽ നമ്മൾ അതിനെ കംപ്ലീറ്റ് ഗ്രാഫിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും, K10 എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് ഈ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഗ്രാഫ് ദാറ്റ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി 1 എഡ്ജ് ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടീസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. അതായത് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. പിന്നെ അഡീഷണലി എന്ത് കണ്ടീഷനും കൂടി ഉണ്ടായിരിക്കും, എക്സാക്ട്ലി 1 എഡ്ജ് ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടീസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു വെർട്ടീസസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് എന്ന് പറയുന്നത് എക്സാക്ട്ലി 1 എഡ്ജ് ആണ് അതിൻ്റെ ബിറ്റ്വീൻ ആയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെവ്വേറെ എന്നുള്ള ഒരു മീനിങ് ആണ്. ഇപ്പം ഞാൻ ഈ ഒരു വെർട്ടീസസും ഈ ഒരു വെർട്ടീസസും അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടീസസ് ആണ് ഇതിൽ. ഇപ്പം ഞാൻ ഇതിലുള്ള ഏതൊരു പെയർ ഓഫ് വെർട്ടീസസ് എടുത്തു കഴിഞ്ഞാലും അതിനെ കണക്ട് ചെയ്തിട്ട്, ഇപ്പം ഇതിന് ഞാൻ A എന്നും ഇതിന് B എന്നും വെർട്ടീസസിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 2 വെർട്ടീസസിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തേ വരയ്ക്കാൻ പാടുള്ളൂ, ഒരൊറ്റ എഡ്ജാണ് വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഗ്രാഫ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പെയറിന് മാത്രം വന്നാൽ പോരാ, എല്ലാ പെയേഴ്സിനും, ഇപ്പോൾ ഈ ഒരു പെയറിനും വേണം, ഈ ഒരു പെയറിനും വേണം, അതുമാതിരി ഈ ഒരു പെയറിനും വേണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഞാൻ വരച്ചു. ഇതിൽ 4 വെർട്ടീസസ് ഉണ്ട്. ഇപ്പോൾ ഈ 4 വെർട്ടീസസിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ, ഏതൊരു പെയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും, ഓരോ പെയർ ഓഫ് വെർട്ടീസസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര എഡ്ജേ വരാൻ പാടുള്ളൂ, ഒരൊറ്റ എഡ്ജേ വരാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ തന്നെ ഞാനിപ്പോൾ ഒരു പാരലൽ എഡ്ജ് വരഞ്ഞു, എങ്ങനെയാണെങ്കിൽ ഇതെന്തല്ല,
കംപ്ലീറ്റ് ഗ്രാഫ് അല്ല അല്ലേ. പിന്നെ അതേമാതിരി തന്നെ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ വേറെ ഒന്നൊരു എക്സാമ്പിൾ വരയ്ക്കുകയാണ്. 3 വെർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫാണ് വരഞ്ഞത് ഞാൻ. എന്നിട്ട് ഇവിടെ ഒരു ലൂപ്പ് കൂടിയും വരഞ്ഞു. അപ്പോൾ ഇത് ലൂപ്പ് വന്നപ്പോൾ തന്നെ ഇത് എന്തല്ല, സിമ്പിൾ ഗ്രാഫ് അല്ല. ഓക്കെ, അപ്പം തന്നെ ഇത് എന്തല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ഗ്രാഫ് അല്ല എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലേ. എന്തുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ഗ്രാഫ് അല്ല എന്ന് നമ്മൾ അപ്പം തന്നെ കൺക്ലൂഡ് ചെയ്തത്? എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറഞ്ഞത്? കാരണം കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നതിന് തുടങ്ങുന്ന ഒരു സിമ്പിൾ ഗ്രാഫ് ആവണം. സിമ്പിൾ ഗ്രാഫിലാണ് ഏത് 2 പെയർ ഓഫ് വെർട്ടിസസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ വെർട്ടിക്സസിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരൊറ്റ എഡ്ജ് മാത്രമേ ഉണ്ടാവാൻ പാടൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. അതായത് കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ എക്സാമ്പിൾസ് പഠിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് K1 എന്ന് പറയുന്നതാണ്. ഫസ്റ്റ് കംപ്ലീറ്റ് ഗ്രാഫ് നമ്മൾ പഠിക്കുന്നത് K1 എന്ന് പറയുന്നതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. സോ K1 എന്ന് പറയുമ്പോൾ ഒരു വെർട്ടീസസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ K2 അനലൈസ് ചെയ്യുക. K2 അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, Kn ആണെങ്കിൽ അതിൽ n വെർട്ടീസസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ K2 ആകുമ്പോൾ നമുക്ക് എത്ര വെർട്ടീസസ് ഉണ്ടായിരിക്കും? 2 വെർട്ടീസസ് ഉണ്ടായിരിക്കും. ആ 2 വെർട്ടീസസിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തേ വരാൻ പാടുള്ളൂ, ഒരൊറ്റ എഡ്ജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരൊറ്റ എഡ്ജ് മാത്രമേ ഉള്ളൂ. സോ അതായിരുന്നു K2 എന്ന് പറഞ്ഞു. ഇനി ഞാനിപ്പോൾ ഇവിടെ ഇതിനൊരു ലൂപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്താവും, K2 ആവുമോ? ഇല്ല, ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫേ ആവില്ല അല്ലേ. കാരണം എന്തായി, കംപ്ലീറ്റ് ഗ്രാഫ് അല്ല, അതൊരു സിമ്പിൾ ഗ്രാഫ് തന്നെ അല്ല. കാരണം അവിടെ ഒരു ലൂപ്പ് ഉണ്ട്, അതുകൊണ്ട് ഇത് എന്തായാലും ആവില്ല, കംപ്ലീറ്റ് ഗ്രാഫ് ആവില്ല. ഓക്കെ, അപ്പോൾ K2ൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി K3 നമ്മൾ നെക്സ്റ്റ് K3 എടുക്കണം. K3 എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, എന്താ വേണ്ടേ, 3 വെർട്ടീസസ് വേണം അല്ലേ. 3 വെർട്ടീസസിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തേ വരാൻ പാടുള്ളൂ, 1 എഡ്ജ്. ഓരോ പെയർ, ഏതൊരു പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടീസസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് എന്തേ ഉണ്ടാവാൻ പാടുള്ളൂ, അവയെ കണക്ട് ചെയ്തുകൊണ്ട് ഒരൊറ്റ എഡ്ജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സോ ഇവിടെ ഏതൊരു പെയർ ഞാൻ എടുത്തു കഴിഞ്ഞാലും അതിനെ കണക്ട് ചെയ്തിട്ട് ഒരൊറ്റ ഒരു എഡ്ജ് മാത്രമേ ഉള്ളൂ. സോ അതെന്ന് പറയുന്നതായിരുന്നു K3ക്ക് എക്സാമ്പിൾ. ഓക്കെ, ഇനി K4 വരുമ്പോഴേക്കാണ് കുറച്ചുകൂടി നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആവും. ഇപ്പം ഞാനിവിടെ V1, V2, V3, V4 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ ഓരോ പെയർ, അതായത് ഡിസ്റ്റിങ്ക്റ്റ് പെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ പെയർ ഓഫ് വെർട്ടീസസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പെയർ ഏതാ വരിക, V1, V2 എന്ന് പറയുന്നൊരു പെയർ, ദെൻ V1, V3 എന്ന് പറയുന്നൊരു പെയർ, ദെൻ V1, V4 എന്ന് പറയുന്ന ഒരു പെയർ അല്ലേ. ഇനി അതേമാതിരി നമുക്ക് വീണ്ടും ഏത് പറയാറില്ല, V2 തുടങ്ങുക. V2-ൽ നിന്ന് V3-ക്കുള്ളൊരു പെയർ എന്ന് പറയുന്നതും, അതേമാതിരി തന്നെ V2-ൽ നിന്ന് V4-ലോട്ടുള്ള ഒരു പെയർ. ദെൻ നമുക്ക് വീണ്ടും എന്താ വരിക, V3 എടുക്കുമ്പോൾ എല്ലാ പെയറും ആയോ ഇപ്പോൾ. ഓക്കെ, ഒരു പെയർ കൂടി ഉണ്ട്, V3, V4 എന്ന് പറയുന്ന ഒരു പെയർ. ഓക്കെ, ഇപ്പം ഇനി V1 ഉം V2 എടുത്ത് ഫസ്റ്റ് പെയർ കൺസിഡർ ചെയ്തേ. V1-നെയും V2-നെയും കണക്ട് ചെയ്തിട്ട് ഒരൊറ്റ എഡ്ജ് മാത്രമേ ഉള്ളൂ അല്ലേ. അതേമാതിരി തന്നെ V1-നെയും V3-നെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് എത്രയേ ഉള്ളൂ, ഒരു എഡ്ജ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സെക്കൻഡ് പെയറും അതെ, ഒറ്റ എഡ്ജ് മാത്രമേ ഉള്ളൂ. ഇനി V1-നെയും V4-നെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര എഡ്ജേ ഉള്ളൂ, ഒരു എഡ്ജ് തന്നെ ഉള്ളൂ. എഡ്ജ് ഉണ്ടാവും വേണേ അവിടെ. അതേമാതിരി ഇനി V2-നെയും V3-നെയും കണക്ട് ചെയ്യുന്ന എഡ്ജ് ഏതാ, V2-നെയും V3-നെയും കണക്ട്. ഓക്കെ, ഇനി നമുക്ക് V2-നെയും V4-നെയും കണക്ട് ചെയ്യുന്ന എഡ്ജ് ഏതാണ്, ഈ ഒരു എഡ്ജ്. ഇനി അപ്പോൾ നമ്മൾ ഈ പെയറൊക്കെ വരച്ചു. ഇനി V3-നെയും V4-നെയും കണക്ട് ചെയ്യുന്ന എഡ്ജ് ഏതാണ്, ഈ ഒരു എഡ്ജ്. ഓക്കെ, അപ്പോൾ ഇത്രയും എഡ്ജസ് ആണ് നമ്മൾ വരുന്നത്. സോ ഇതെന്താണ്, ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ് അല്ലേ. ഏതൊരു ഡിസ്റ്റിങ്ക്റ്റ് പെയർ, നമ്മളിപ്പോൾ എത്ര ഡിസ്റ്റിങ്ക്റ്റ് പെയർ ഓഫ് വെർട്ടീസസ് എടുത്തു, അതായത് 6 ഡിസ്റ്റിങ്ക്റ്റ് പെയർ ഓഫ് വെർട്ടീസസ് എടുത്തു. അതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തേ ഉള്ളൂ, ഒരൊറ്റ എഡ്ജ് മാത്രമേ ഉള്ളൂ, എക്സാക്ട്ലി 1 എഡ്ജ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് അതെന്തായിട്ട് മാറി, K4 എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഗ്രാഫായിട്ട് മാറിയത്. ഓക്കെ, ഇനി അതേമാതിരിയാണ് K4 നമ്മൾ പഠിച്ചു. K5 എന്ന് പറയുന്നതും K6 എന്ന് പറഞ്ഞതും, ഈ 2 ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോ ദ ഫിഗർ ഓഫ് K5 ആൻഡ്
K6 എന്നൊക്കെ നമ്മളോട് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡ്രോ ദ ഫിഗർ K4 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ K5 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരണം ആ ഗ്രാഫിൽ 5 വെർട്ടീസസ് ഉണ്ടായിരിക്കും. ആ 5 വെർട്ടീസസിൽ ഏതൊരു ഡിസ്റ്റിങ്ക്റ്റ് പെയർ എടുത്തു കഴിഞ്ഞാലും ആ പെയേഴ്സിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വേണം, ഒരു എഡ്ജ് വേണം. അങ്ങനെയുള്ള ഗ്രാഫ്സിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇവിടെ ഗ്രാഫ്സ് ഓഫ് Kn ഫോർ 1 < n < 6 എന്ന് പറഞ്ഞ്, അതായത് 1 മുതൽ K1, K2, K3, K4, K5, K6 ആണ് നമ്മൾ ഇത്രയും പഠിച്ച്. ഈ ഫിഗറൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് സിമ്പിൾ ഗ്രാഫ്സ് പഠിക്കാൻ പോവാണ്. സോ അടുത്ത ടൈപ്പ് ഓഫ് സിമ്പിൾ ഗ്രാഫ്സ് ആണ് പറയുന്നത് സൈക്കിൾ എന്ന്. ഓക്കെ, സൈക്കിൾസ്. The cycle Cn n greater than or equal to 3 consisting of n vertices 1, 2, etc. up to n and edges 1, 2, 2, 3 and n minus 1 to n and n1 എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സൈക്കിൾസിൻ്റെ ഡെഫിനേഷനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു ഗ്രാഫിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Cn എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, എന്താണ് Cn എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സൈക്കിൾസിനെ ഡിനോട്ട് ചെയ്യുക. അതായത് കംപ്ലീറ്റ് ഗ്രാഫിനെ നമ്മൾ എന്ത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് Kn എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ്സിനെ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ സൈക്കിൾസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? Cn എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരു സൈക്കിൾ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 3 വെർട്ടീസസ് എങ്കിലും വേണം. മിനിമം എത്ര വെർട്ടീസസ് നമുക്ക് വേണം? 3 വെർട്ടീസസ് ഉണ്ടായിക്കഴിഞ്ഞാലാണ് സൈക്കിൾസ് ഫോം ചെയ്യാൻ പറ്റുക. അതാണ് ഇവിടെ n > 3 എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ Cnൻ്റെ വാല്യൂസ് എവിടുന്ന് മുതൽ നമുക്ക് തുടങ്ങുള്ളൂ? C3, C4, C5 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഗ്രാഫ്സ് ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. പക്ഷെ നമ്മളെ കംപ്ലീറ്റ് ഗ്രാഫ് പഠിച്ച സമയത്ത് ഓർമ്മയില്ലേ, K1 മുതലേ തുടങ്ങണില്ലേ? K1, K2, K3, K4 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിരുന്നു. പക്ഷേ ഒരു സൈക്കിൾസിന് മിനിമം 3 വെർട്ടീസസ് വേണം. സോ അത് എവിടെ നിന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ? C3, C4, C5 എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുള്ളൂ, ആ സൈക്കിൾസ് എന്ന് പറയുന്നത് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളോട്? വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതായത് 1, 2 etc. up to n എന്ന് പറയുന്ന വെർട്ടിസസ് ഉണ്ടെങ്കിൽ 1, 2, 2, 3 n-1 n അതേമാതിരി തന്നെ n1 ഒക്കെ എന്തായിട്ട് വരണം? വെർട്ടിസസ് ആയിട്ട് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഈ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ഫിഗർ, നമുക്കൊരു സൈക്കിളിന് എക്സാമ്പിൾ പഠിച്ചിട്ട് നമുക്ക് എന്ത് പറ്റുള്ളൂ, ആ ഒരു കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സൈക്കിൾസിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് നമ്മൾ C3 ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ C3 എടുക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര വെർട്ടീസസ് വേണമെന്ന് അറിയാം? 3 വെർട്ടീസസ് വേണമെന്ന് അറിയാം. സോ ആ 3 വെർട്ടീസസിനെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എക്സ്ട്രാ വേറെ വരയ്ക്കും. 3 വെർട്ടീസസ് വരഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ 3 വെർട്ടീസസ് ആയി. ഇനി നമ്മളോട് ആ 3 വെർട്ടീസസിനെ ഞാൻ 1, 2, 3 എന്ന് ഞാൻ നെയിം ചെയ്തു. നമ്മളോട് എന്താ പറയുക, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡ്ജസ് എന്ന് പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിരുന്നു. അതായത് 1, 2 എന്ന് പറയുന്ന ഒരു എഡ്ജ് വേണം, 2, 3 എന്ന് പറയുന്ന ഒരു എഡ്ജ് വേണം, അങ്ങനെ എക്സെട്ര പറഞ്ഞിട്ട് n-1, n എഡ്ജ് വേണം, ആൻഡ് n1 എന്ന് പറയുന്ന ഒരു എഡ്ജ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? 1, 2 എന്ന് പറയുന്ന ഒരു എഡ്ജ് വേണം. ദെൻ നമുക്ക് ഏത് എഡ്ജ് വേണം? 2 to 3 എന്ന് പറയുന്ന ഒരു എഡ്ജ് വേണം. അപ്പോൾ ഇവിടെ n-ഉം n-1ഉം n-ഉം ആയിട്ടോ. കാരണം എന്താണ്? ഇത് n എത്രയായിരുന്നു? 3 ആയിരുന്നു. സോ n-1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 ആണ് വന്നത്. സോ അത്രയും എഡ്ജായി. ഇനി നമുക്ക് ഏത് എഡ്ജ് കൂടിയാണ് വേണ്ടത്? 3, 1 എന്ന് പറയുന്ന എഡ്ജ്. അതാണ് ഈ n1 എന്ന് പറയുന്ന എഡ്ജിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി വരഞ്ഞ് നോക്കാം. 1, 2 എന്ന് പറയുന്ന എഡ്ജ് ഏതാണ്? ഈ ഒരു എഡ്ജ് 1, 2 എന്നായി. ദെൻ 2, 3 എന്ന് പറയുന്ന എഡ്ജ് എന്ന് പറയുന്ന ഇതായി. ആൻഡ് 3, 1 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എഡ്ജസ് വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? സൈക്കിൾസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി 1, 2 C4ഉം C5ഉം C6 കൂടിയും പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും കുറച്ചുകൂടി.
ഇനി നമ്മൾ അടുത്തത് ഏതാണ് അനലൈസ് ചെയ്യണത്? C4 നമുക്ക് അനലൈസ് ചെയ്യും. C4 നമുക്ക് ഏതൊക്കെ എത്ര 4 വെർട്ടീസസ് വേണം. 1 2 1 ഞാൻ എഴുതാം 1 2 3 4. ഓക്കെ, ഇങ്ങനെ 4 വെർട്ടീസസ് നമുക്ക് എന്തിനു വേണം? C4 വേണം. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ എഡ്ജസ് നോക്കണം അല്ലേ? എഡ്ജസ് നമ്മൾ എങ്ങനെ ഈ ഗ്രാഫിൻ്റെ എഴുതാറ്? 1 2 എന്ന് പറയുന്ന ഒരു എഡ്ജ്, അതുമാതിരി തന്നെ 2 to 3 എന്ന് പറയുന്ന ഒരു എഡ്ജ്, ദെൻ നമുക്ക് എവിടെ 3 to 4 എന്ന് പറയുന്ന എഡ്ജ്. നമ്മളത് നിർത്തണം എവിടെയാണ്? ഇവിടുത്തെ എന്താ 4 ആണ് അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് ഏതാ വരേണ്ടത്? 4 to 1 എന്ന് പറയുന്ന ഒരു എഡ്ജ്. ഓക്കെ, മനസ്സിലാവും? 1 2 എന്ന് പറയുന്ന എഡ്ജ്, 2 to 3, 3 to 4. ഇപ്പോൾ ഇവിടെ 4 ആയതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തുക. ദെൻ 4 to 1, ഇനി ഇൻക്രീസ് ചെയ്യരുത്. ദെൻ 4 to 1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എഡ്ജസ് എങ്ങനെ വരയ്ക്കണം നോക്കാം. 1 to 2 എന്ന് പറയുന്ന എഡ്ജ് ഏതാ? ഈ ഒരു എഡ്ജ്. 2 to ഓക്കെ, ഇപ്പം നമ്മളിവിടെ എഴുതിയ ഓർഡർ തെറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓർഡർ 1 to 2 1 2 3 4 ഇങ്ങനെ നമ്മൾ നെയിം കൊടുക്കണം, പ്ലസ് ശരിയാവുള്ളൂ. ദെൻ 1 to 2 എന്ന് പറയുന്ന എഡ്ജ് നമ്മൾ വരഞ്ഞു. ദെൻ 2 to 3 എന്ന് പറയുന്ന എഡ്ജ് നമ്മൾ വരഞ്ഞു. ദെൻ നമുക്ക് എന്ത് വേണം? 3 to 4 എന്ന് പറയുന്ന എഡ്ജ് വരഞ്ഞു. ദെൻ എന്ത് വരുന്നു? 4 to 1 എന്ന് പറയുന്ന എഡ്ജ് വരും. സോ ഈ ഫിഗർ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആയിരുന്നു? C4 എക്സാമ്പിൾ ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് C5 വരുമ്പോൾ ഒന്ന് നോക്കിക്കേ. C5 വരയുമ്പോൾ നമുക്ക് എത്ര വെർട്ടീസസ് വേണം? 5 വെർട്ടീസസ് ഉണ്ട്. സോ നമ്മൾ ഇങ്ങനെ തന്നെ 1 2 3 4 5 നമ്മൾ വെർട്ടീസസിന് പേര് കൊടുക്കുമ്പോൾ സൈക്ലിക് ആയിട്ട് തന്നെ കൊടുക്കണം. സൈക്ലിക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓർഡറിൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ 1 2 ദെൻ 3 എന്ന് ഇവിടെ കൊടുത്തിരുന്നു, അങ്ങനെ പറ്റില്ല. അടുത്ത 3 എന്ന് ഇവിടെ തന്നെ വേണം, ഇവിടെ വരണം 3 4 ഇങ്ങനെ തന്നെ കൊടുക്കണം. ഓക്കെ, ഇനി ഇവിടുത്തെ എഡ്ജസ് എങ്ങനെയൊക്കെയാവും വരിക ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. 1 to 2, നെക്സ്റ്റ് ഏതായിരിക്കും? 2 to 3, then 3 to 4, next 4 to 5, okay, then 5 to 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ 4 to 5-നെയാണ് n-1th nth എഡ്ജ് എന്ന് പറയുന്നത്. ഇതാണ് n1 എന്ന് പറയുന്ന എഡ്ജ് നമ്മുടെ ഡെഫിനീഷനിൽ. ഇവിടുത്തെ n എന്തായിരുന്നു? 5 ആയിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളത് എഡ്ജസ് വരഞ്ഞ് നോക്കിക്കേ. 1 to 2 ഉണ്ട്, 2 to 3, 3 to 4, 4 to 5, 5 to 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത C6-ൻ്റെ നിങ്ങൾ ഇതേമാതിരി ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സൈക്കിൾസിൻ്റെ ഫിഗറാണ് പഠിച്ചത്. സൈക്കിൾസ് എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ് നമ്മൾ എന്ത് വരച്ച് ഈ ഒരു 4 C3, C4, C5, C6. ഇനി നിങ്ങളൊന്ന് C7 കൂടി നമ്മളൊന്ന് വരച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വീൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വീൽസിനെ നമ്മൾ എങ്ങനെയാണ് ഒരു വീലിനെ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക എന്നാണ് ഫസ്റ്റ് പഠിക്കുന്നത്. വീൽ എന്ന് പറയുന്നത് WN എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യുക. ഓക്കെ, when we add an additional vertex to the cycle Cn for n greater than or equal to 3 and connect this new vertex to each of the n vertices of Cn by new edges. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു അഡീഷണൽ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഈ സൈക്കിൾ Cn-ൽ നമ്മൾ കൊടുക്കുക. അതിനുശേഷം ആ വെർട്ടിസസിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസിലോട്ടും നമ്മൾ എന്ത് ചെയ്യാം? ഒരു എഡ്ജസ് വരയ്ക്കുക, കണക്ട് ചെയ്യുക, എഡ്ജസ് കൊണ്ട് കണക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റുക? വീൽസ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ഈ ഗ്രാഫിന് നമ്മൾ ഇങ്ങനെയൊക്കെ വരയ്ക്കും. ഇപ്പോൾ പേരുണ്ട് അല്ലേ? ഈ ഗ്രാഫിൻ്റെ പേര് എന്തായിരുന്നു? C3 എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, C3 ആണെങ്കിൽ ഇനി ഈ C3-യിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ W3 ഫോം ചെയ്യണം അല്ലേ? W3 ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ വെർട്ടെക്സ് കൊടുക്കണം. വെൻ വി ആഡ് എൻ എക്സ്ട്രാ അഡീഷണൽ വെർട്ടെക്സ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. വെൻ വി ആഡ് എൻ അഡീഷണൽ വെർട്ടെക്സ് ടു ദ സൈക്കിൾ C എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? ഒരു അഡീഷണൽ വെർട്ടെക്സ് ചെയ്തു. ഇനി നമ്മൾ എന്താ പറയണേ? കണക്ട് ദിസ് ന്യൂ വെർട്ടെക്സ് ടു ഈച്ച് ഓഫ് n വെർട്ടീസസ് ഓഫ് Cn എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനിവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു വെർട്ടെക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെർട്ടെക്സ് എന്ന് പറയുന്നത് C3-ൻ്റെ ബാക്കിയുള്ള എല്ലാ വെർട്ടീസസിലോട്ടും കണക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ കണക്ട് ചെയ്യണം പറഞ്ഞാൽ എന്താ?
ഈ വെർട്ടിസസിൽ നിന്ന് ഇതിലോട്ടൊരു എഡ്ജ് കൊടുത്തു, ഈ വെർട്ടിസസിൽ നിന്ന് ഇതിലോട്ടൊരു എഡ്ജ് കൊടുത്തു, അതേമാതിരി ഈ വെർട്ടിസസിൽ നിന്ന് ഈ ഒരു എഡ്ജിലോട്ട് കൊടുത്തു. അങ്ങനെയായപ്പോൾ ഇത് എന്തായിട്ട് മാറി? W3 എന്ന് പറയുന്ന ഗ്രാഫായിട്ട് മാറി. ആ ഗ്രാഫിൻ്റെ പേര് എന്താണ്? വീൽസ് ആണ് W3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വീൽസിന് എക്സാമ്പിളായിരുന്നു നമുക്ക് ഈ ഒരു പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വീൽസ് എന്ന് പറയുന്നതും എന്നിന് മിനിമം എത്ര വെർട്ടിസസ് വേണം? 3 വെർട്ടിസസ് വേണം. 3ഓ 3ൽ കൂടുതലോ വെർട്ടിസസ് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വീൽസ് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞിരുന്നത്, വീൽസ് വരയ്ക്കുന്ന കാര്യം. ഇനി നമുക്ക് അതിൻ്റെ ഫിഗേഴ്സ് പഠിക്കാനുണ്ട്. ഏതൊക്കെ വീൽസിൻ്റെ ഫോംസ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് W3. ആ W3 എന്ന് പറയുന്നത് ഞാൻ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് W4 വരയ്ക്കണം. അപ്പോൾ എങ്ങനെയാണ് W4 വരയ്ക്കുന്നത് നോക്കാം. W4 വരയ്ക്കാൻ നമുക്ക് ആദ്യം എന്താ വരയ്ക്കേണ്ടത്? C4 വരയ്ക്കണം അല്ലേ. ഇപ്പോൾ C4 വരയ്ക്കണമെങ്കിൽ നമുക്ക് എത്ര C4 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് C4 വരയ്ക്കേണ്ടത്. C4 വരയ്ക്കണമെങ്കിൽ എത്ര വെർട്ടിസസ് വേണം? നമുക്ക് 4 വെർട്ടിസസ് വേണം അല്ലേ. 4 വെർട്ടിസസ്. ആ 4 വെർട്ടിസസിന് നമ്മൾ കണക്ട് ചെയ്തിട്ട് C4ന് വരച്ചു. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? വീൽസ് ഫോം ചെയ്യണമെങ്കിൽ ഒരു എക്സ്ട്രാ 1 വെർട്ടെക്സ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ വെർട്ടെക്സ് ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സുമായിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം അല്ലേ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഡ്രോ ചെയ്യുന്നു, ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഡ്രോ ചെയ്യുന്നു, ദെൻ ഇങ്ങോട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഒരു പുതിയ വെർട്ടെക്സ് നമ്മൾ കണക്ട് ചെയ്തു. ആ പുതിയ വെർട്ടെക്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ബാക്കിയുള്ള എല്ലാ വെർട്ടിസസിലോട്ടും നമ്മൾ എന്ത് ചെയ്യാണ്? കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ ലൈൻസ് വരയ്ക്കണം. അങ്ങനെ വരയ്ക്കുന്നതിനെയാണ് അങ്ങനെ വരച്ചിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വീൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിത് കിട്ടിയത്, ഇപ്പോൾ ഈ പുതുതായിട്ട് കിട്ടിയതിനെ നമ്മൾ എന്താ പറയുക? W4 എന്നാണ് പറയുക. അതായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം? വീൽസ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് W5 വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? C5 വരയ്ക്കാം. C5ൻ്റെ സെൻറ്റർ ഒരു എക്സ്ട്രാ വെർട്ടെക്സ് നമ്മൾ കൊടുക്കുക. ആ വെർട്ടെക്സിൽ നിന്ന് എല്ലാ വെർട്ടിസസിലോട്ടും നമ്മൾ എന്ത് ചെയ്യാം? കണക്റ്റ് ചെയ്യാം. അതേമാതിരി C6 വരയ്ക്കുകയാണെങ്കിൽ W6 വരയ്ക്കണമെങ്കിൽ ഇപ്പോൾ ഇതെന്തായിട്ട് മാറി? W5 ആയിട്ട് മാറി. C6 വരയ്ക്കാനും നമ്മൾ എക്സ്ട്രാ ഒരു എന്ത് ചെയ്യുക? വെർട്ടെക്സ് കൊടുക്കുക. ആ വെർട്ടെക്സിൽ നിന്ന് എല്ലാ വെർട്ടെക്സിലോട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഓരോ എഡ്ജസ് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കത് എന്തായിട്ട് മാറും? W6 ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇതുമാതിരി നിങ്ങൾ W7 ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു തിയറാണ് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്നലെ പഠിച്ച എന്ത് വെച്ചിട്ട് ഡിഗ്രീസിൻ്റെ കാര്യം, നമ്മൾ ഓരോ എഡ്ജസിൻ്റെയും ഡിഗ്രീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇനി ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ തിയറത്തിന് ഒരു പേരുള്ള തിയറാണ്. തിയറത്തിൻ്റെ പേരാണ് ദ ഹാൻഡ് ഷേക്കിംഗ് തിയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ഇവിടെ ഹാൻഡ് ഷേക്കിംഗ് തിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇപ്പം നമ്മൾ പറയുകയാണ് ലെറ്റ് G = VE എന്ന് പറയുന്നത് ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് വിത്ത് ഈ എഡ്ജസ് ആണ് എന്ന് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? അതായത് G എന്ന് പറയുന്ന ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുന്നു. ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. അതിന് ഈ എഡ്ജസ് ഉണ്ട്. ഓക്കെ, അതിൽ വിത്ത് ഈ എഡ്ജസ് ഉണ്ടെങ്കിൽ 2E = summation U belongs to V degree of U എന്ന് പറയാൻ പറ്റുന്നു. ഓക്കെ, എന്താ നമ്മളോട് പറഞ്ഞത്? 2E = summation U belongs to V ഡിഗ്രി ഓഫ് U എന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സം ഓഫ് ഡിഗ്രീസ് ഓഫ് ദ വെർട്ടിസസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു പോർഷനെ പറയുന്നത്. എന്താ പറയുന്നത്? സം ഓഫ് ഡിഗ്രീസ് ഓഫ് വെർട്ടിസസ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് നമുക്ക് എന്താ ഇവിടെ പറഞ്ഞിട്ടിരിക്കുന്നത്? ഈ എഡ്ജസ് ഉണ്ട് എന്നാണ് നമുക്ക് ആ ഗ്രാഫിന് പറഞ്ഞിട്ടുള്ളത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 × E എന്ന് എഴുതാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു ഗ്രാഫ് എടുക്കുകയാണ്. ആ ഗ്രാഫിന് ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. അതിൽ ഈ നമ്പർ ഓഫ് എഡ്ജസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ വെർട്ടിസസിൻ്റെയും ഡിഗ്രീസിൻ്റെ സമ്മ് എന്ന് പറയുന്നത്
2e ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു തിയറം പറയുന്നത്. ആ തിയറത്തിൻ്റെ പേരായിരുന്നു ഹാൻഡ് ഷേക്കിംഗ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ചെറിയ എക്സാമ്പിൾസ് തന്നെ വെച്ചിട്ട് നോക്കാം. നമ്മളൊരു ഗ്രാഫ് വരച്ചു. ഓക്കെ, ഇപ്പം ഈ ഒരു ഗ്രാഫിൽ നമുക്ക് എത്ര എഡ്ജസ് ഉണ്ട്? 4 എഡ്ജസ് ഉണ്ട്. സോ ഇവിടുത്തെ ഇ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരുന്നു? 4 ആയിരുന്നു അല്ലേ. ഇനി ഇതിന് ഞാൻ 1, 2, 3, 4 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അതുമാതിരി തന്നെ ഡിഗ്രി ഓഫ് 2 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 2 ആണ്. അതുമാതിരി തന്നെ ഡിഗ്രി ഓഫ് 3 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഡിഗ്രി ഓഫ് 4 എന്ന് പറയുന്നതും എന്താണ്? 2 ആണ് അല്ലേ. അപ്പോൾ ഈ ഡിഗ്രീസിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് നമുക്ക് എന്താ വരിക? അതായത് 2 ഈ സമ്മേഷൻ യു ബിലോങ്സ് ടു ബി ഡിഗ്രി ഓഫ് യു ആണ് ഞാൻ ഇപ്പോൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 + 2 + 2 + 2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് പറഞ്ഞു. അതേന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 2e ഈക്വൽ ആണ്. അപ്പം നമ്മൾ 2e കണ്ടുപിടിക്കുക. 2 ഇൻറ്റു ഇവിടുത്തെ ഇ എന്താണ്? 4. 2 × 4 അതെന്ന് പറയുന്നത് എന്താ? 8 അല്ലേ. സോ 2 സൈഡ് ഈക്വൽ അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞത് സം ഓഫ് ഡിഗ്രീസ് ഓഫ് വെർട്ടിസസ് വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും എന്നാണ് നമ്മുടെ ഈ ഒരു ഹാൻഡ് ഷേക്കിംഗ് തിയറം എന്ന് പറയുന്ന തിയറം പറയുന്നത്. ഓക്കെ, തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു നെയിംഡ് തിയറാണ്. സോ ഈ ഒരു തിയറം സ്റ്റേറ്റ്മെൻറ്റും ഇതേമാതിരി തന്നെ എന്ത് ചെയ്യാം? ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുക ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി എഡ്ജസ് ആർ ദർ ഇൻ എ ഗ്രാഫ് വിത്ത് 10 വെർട്ടീസസ് ഓഫ് ഈച്ച് ഒരു 10 വെർട്ടീസസ് ഈച്ച് ഓഫ് ഡിഗ്രി 6 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഗ്രാഫ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൽ നമുക്കിങ്ങനെ 10 വെർട്ടീസസ് ഉണ്ട്. ഓക്കെ, ഓരോ വെർട്ടീസസിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് 6 ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കുറേ 10 വെർട്ടീസസ് ഉണ്ട്. ഓരോ വെർട്ടീസസിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് നമ്മളോട് എന്താ പറഞ്ഞിട്ടുണ്ട്? 6 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളോട് എത്ര എഡ്ജസ് ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ നമുക്കറിയുന്നത് എന്താണ്? 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് അല്ലേ, 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ യു ബിലോങ്സ് ടു വി ഡിഗ്രി ഓഫ് യു എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ വേർഡ്സിൽ പറയുമ്പോൾ എന്താ പറഞ്ഞത്? എല്ലാ വെർട്ടീസസിൻ്റെയും ഡിഗ്രീസ് ആഡ് ചെയ്ത് എഴുതുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ഓരോ വെർട്ടീസസിൻ്റെയും ഡിഗ്രി 6 ആണെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സം ഓഫ് ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? 6 + 6 + 6 + എക്സെട്ര +6 എത്ര ടൈംസ് നമ്മൾ ആഡ് ചെയ്യണം? 10 ടൈംസ് ആഡ് ചെയ്യണം അല്ലേ. കാരണം എന്താ? ഇവിടെ 10 വെർട്ടീസസ് ഉള്ളത്. ഓരോ വെർട്ടീസസിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് 6 ആണ്. സോ ആ വെർട്ടീസസിൻ്റെ ഒക്കെ പാടെ സമ്മ് എന്ന് പറയുന്നത് 6 + 6 + 6 + എക്സെട്ര 10 ടൈംസ്. ഇപ്പോൾ 10 തവണ നമ്മൾ 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക എന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 60 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഈ സം ഓഫ് വെർട്ടീസസ് എന്ന് പറയുന്നത് 60 എന്ന് കിട്ടി. അതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 2 ഇൻറ്റു ഇ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ്. സോ ഈ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇ ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയും. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഇൻറ്റു 2നെ നമ്മൾ RHSലോട്ട് കൊണ്ടുവരുമ്പോൾ, ഈ ഒരു സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് വരും? ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 60 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 13 ആണ്. ഓക്കെ, ഇപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഈ ഒരു തിയറം വെച്ചിട്ട് ചോദിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ഇത്ര കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കൊരു ഗ്രാഫ് ഉണ്ട്, അതിൽ 10 വെർട്ടീസസ് ഉണ്ട്. ഓരോ വെർട്ടീസസിൻ്റെയും ഡിഗ്രി 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സം ഓഫ് സമ്മേഷൻ യു ബിലോങ്സ് ടു ബി ഡിഗ്രി ഓഫ് യു ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 6 + 6 + എക്സെട്ര +6 10 ടൈംസ്
10 തവണ അങ്ങനെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടുന്നത്. പിന്നെ നമുക്കറിയാം 2 ദിസ് ആണല്ലോ, അപ്പോൾ നമ്മൾ എഴുതാം 2 60. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 60 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, 30 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 30 ആയിരുന്നു. ഓക്കെ, ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസും ചോദിക്കാം. സോ ഇതെന്ന് പറയുന്നത് ഹാൻഡ് ഷേക്കിംഗ് തിയറത്തിൻ്റെ ഒരു അപ്ലിക്കേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഹാൻഡ് ഷേക്കിംഗ് തിയറം, എങ്ങനെയാണ് ഹാൻഡ് ഷേക്കിംഗ് തിയറം വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്.